ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു മത്തിക്കറിയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വന്ന ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ച ശേഷം ചേർത്ത് കൊടുത്തു. ചേർത്തത് നമുക്ക് ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി കൂടെ നന്നായി വെന്തുടഞ്ഞ് വരണം. അപ്പോൾ അതേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ള പുളിയായിരുന്നു. ആ പുളി നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടാ. നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാൻ ഈ സമയത്താണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിലോട്ടൊരു 4-5 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. മത്തിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് മീൻ വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് മീൻ വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മത്തി ഒന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. തീ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും പാർന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ളൊരു മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.